ഇതുപോലെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു? സോ ഈ ഒരു രാത്രിക്ക് വേണ്ടി ഒരെണ്ണം പ്ലീസ് ടേക്ക് ഇറ്റ്. Come on. റീസെന്റ് നിങ്ങൾ വീഡിയോ ഒക്കെ വന്നൊരു കമന്റ് ആണിത്. ഇതുപോലെ നിർത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും അല്ലെ? എന്നത് മാറ്റാൻ 6 സിമ്പിൾ സൈക്കോളജിക്കൽ ടിപ്സ് നോക്കിയാലോ. 1. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് കാരണമായിട്ട് നമുക്കൊരു താൽക്കാലിക നേരത്തേക്കെങ്കിലും വല്ലാത്തൊരു സന്തോഷം അനുഭവപ്പെടും. ഈ ഒരു ഹാപ്പിനെസിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതൊരു ലൂപ്പാണെന്നും ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ടെമ്പററി ആണെന്നും നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. 2. നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നതിൽ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നൈറ്റ് ഒരുപാട് നേരം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ മറ്റൊരു റൂമിലേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ ആ ഒരു ശീലത്തിലേക്ക് എത്താൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നോ അത്രയും നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് ഉപേക്ഷിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. 3. നിങ്ങൾ മോശമാണെന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയത്തൊരു കാര്യമാണ്. ആ ടൈമിൽ നിങ്ങളെ കൊണ്ടത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചാൽ അത് താനെ അങ്ങ് പോയിക്കോളുന്നേ. 4. നിങ്ങളുടെ ബാഡ് ഹാബിറ്റിനെ നല്ലൊരു ഹാബിറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നല്ലോണം പുകവലിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ഇനി അടുത്ത വർഷം പുകവലിക്കാൻ തോന്നുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു വാക്കിന് പോവോ ഒക്കെ ചെയ്യാവുന്നതാണ്. 5. നമുക്ക് പലർക്കും വരുന്നൊരു അബദ്ധമാണ്. വൺസ് നമ്മൾ നിർത്താൻ തീരുമാനിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ഈ ഹാബിറ്റിൽ ഏർപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ തീരുമാനിക്കാം എന്തായാലും നനഞ്ഞ് ഇനിയും കുളിച്ച് കയറിയേക്കാന്നുള്ളത്. എടോ, ജസ്റ്റ് വൺസ് നിങ്ങൾ ചെയ്തു പോയി, ജസ്റ്റ് ലീവ് ഇറ്റ്. പിന്നെയും നിങ്ങൾ ആ ഹാബിറ്റ് തുടർന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ദോഷമാവുകയുള്ളൂ. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നിങ്ങൾ സ്വയം മാറുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിർത്താൻ ശ്രമിക്കും എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇങ്ങനത്തെ ശീലങ്ങൾ ഇല്ലാത്ത ഒരാളാണ് എന്ന് സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് സംതിങ് ഇൻ യുവർ ലൈഫ്, നിങ്ങൾ ആക്ഷൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഐഡന്റിറ്റിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. So guys, if you want to become more productive in life, Remind is here for you, and please do follow us and join our WhatsApp community. Link is in bio.